coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. പ്രേമാ പ്രേമാ കർത്താവ് സംസാരിക്കുന്നു. പ്രേമാ പ്രേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ റേമ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമാണോ? ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ, ഈ ശുശ്രൂഷയിൽ ഒരു മനസ്സോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകുന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഈ സമയം ടെലിവിഷനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളും സന്ദേശമായിട്ട് അയക്കാവുന്നതാണ്. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ ടെക്സ്റ്റായിട്ട് സെൻഡ് ചെയ്യാം. ഈ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കർത്താവ് ചെയ്ത പല നന്മകളെക്കുറിച്ച് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പലരും ഷെക്കേനയുടെ ഓഫീസിലേക്ക് വിളിച്ച് നന്ദി അറിയിച്ചിരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മനസ്സലിവിൻ്റെ ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ ജനത്തിൻ്റെ കണ്ണീര് മറികടന്നു പോകാൻ ഒരിക്കലും യേശുവിന് സാധിക്കുകയില്ല. നമ്മൾ കണ്ണീരോടൊരു മനസ്സോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ, നിങ്ങൾക്കത് ടെക്സ്റ്റായിട്ട് അയക്കാവുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള തിരുവചനമാണിത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് അവരോട് സംസാരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സംസാരങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടാകണം. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു സംസാരവും നമുക്ക് വേണ്ട. അതെല്ലാം നാശത്തിലേക്കും തിന്മയിലേക്കും പരാജയത്തിലേക്കും വലിയ ദുരിതത്തിലേക്ക് നമ്മളെ നയിക്കും. പത്രോസിന്റെ സംസാരത്തിൽ ദൈവാത്മാവിന്റെ ചലനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ
നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:15 വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. എത്ര ശക്തമായ വചനമാണിത്! പത്രോസ്ലിയുടെ നിഴലടിച്ച് രോഗികൾക്ക് അത്ഭുത സൗഖ്യം ഉണ്ടാവാൻ, വലിയ ഡെലിവറൻസുകൾ വെളിപ്പെടാൻ, കർത്താവിന്റെ ശക്തിയാൽ സകല രോഗികളും നിറയപ്പെടുവാൻ വേണ്ടി അനേകം രോഗികളെ പത്രോസ്ലിഹ നടന്നു പോകുന്ന ആ വഴിയോരത്ത് കൊണ്ടുവന്ന് കിടത്തുകയാണ്. പത്രോസ്ലിഹയുടെ നിഴലിന്റെ ശക്തി കൊണ്ടല്ല രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചത്. പത്രോസിന്റെ നിഴലിൽ പോലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് രോഗികളിൽ അത്ഭുത രോഗശാന്തി വെളിപ്പെടുത്തിയത്. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, നാരകീയ പോരുകളിൽ നിന്ന് ജനത്തിന് ഡെലിവറൻസ് നൽകിയത്, സാത്താന്യ ദുഃഖങ്ങൾ ഒടിഞ്ഞുപോയത്, ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ്. പത്രോസ്ലിഹായുടെ നിഴലിൽ പോലും ആത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, അനാവശ്യമായ നോട്ടങ്ങള്, ആസക്തിയുള്ള നോട്ടങ്ങള്, ദുരാശ നിറഞ്ഞ നോട്ടങ്ങള്, ഇതിലെല്ലാം പിശാചിന്റെ സ്വാധീനമാണുള്ളത്. നമ്മുടെ നോട്ടങ്ങൾ പരിശുദ്ധാത്മാവുള്ളതായിരിക്കണം. നമ്മുടെ സ്പർശനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നമ്മുടെ ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നമ്മുടെ പെരുമാറ്റത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നമ്മുടെ ഇടപാടുകളിലെല്ലാം ദൈവാത്മാവിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാകണം. നമ്മൾ എത്ര പേര് പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന സഭാ സമൂഹങ്ങളിലേക്ക്, നമ്മളിപ്പോൾ എവിടെയായിരുന്നോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, ആ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വരുവാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക. രോഗികളായവര്, തകർന്നിരിക്കുന്ന വ്യക്തികള്, പ്രത്യാശ നഷ്ടപ്പെട്ടവര്, അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നവര്, മാനസാന്തരം പ്രതീക്ഷിക്കുന്നവര്, നിങ്ങളുടെ നിയോഗങ്ങള് കർത്താവിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയം, ദൈവവചന ശക്തിയാൽ 10,000 പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന സമയം. എല്ലാവരും ഇപ്രകാരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, രോഗശാന്തികൾ നൽകണമേ, രോഗശാന്തികൾ നൽകണമേ, ഡെലിവറൻസുകൾ നൽകണമേ, ഡെലിവറൻസുകൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സമാധാനം നൽകണമേ, സമാധാനം നൽകണമേ, ആനന്ദം നൽകണമേ, ആനന്ദം നൽകണമേ, പ്രത്യാശ നൽകണമേ, പ്രത്യാശ നൽകണമേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ഇടിമുഴക്ക ശക്തിയോടെ ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ 10,000 നിറയണമേ, ദൈവത്തിന്റെ തീയായി കത്തിപ്പടരണമേ, ദൈവത്തിന്റെ കാറ്റായി ആഞ്ഞടിക്കണമേ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൈശാചിക സ്വാധീനങ്ങൾ കുടുംബങ്ങൾ വിട്ടുമാറി പോകട്ടെ, പൈശാചിക പീഡകൾ ജീവിതങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും, ഓരോ സമൂഹവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ബ്ലെസ്. ഹല്ലേലൂയ. യേശുനാമം വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച്, വിശ്വാസത്തോട് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് അഭിഷേകം പകരണമേ, സാന്നിധ്യം പകരണമേ, ശക്തി പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ പിന്മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ കൃപ തരണമേ, കൃപ തരണമേ. മഴയായി പെയ്യട്ടെ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ, കാറ്റായി ആഞ്ഞു വീശണമേ. പാടും കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എല്ലാവരും ചേർന്ന് ഒരു മനസ്സോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. സ്വരമുയർത്തി പാടിക്കുക എല്ലാവരും. ആത്മാവിൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് വിളിക്കേ, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വിളിക്കേ, നമ്മുടെ നിയോഗങ്ങളിലേക്ക് വിളിക്കേ, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. മഴയായി പെയ്യട്ടെ. കാറ്റായി വീശട്ടെ, കാറ്റായി വീശട്ടെ. നദിയായി ഒഴുകട്ടെ, നദിയായി ഒഴുകട്ടെ. തീയായി കത്തട്ടെ. എല്ലാ കുടുംബങ്ങളിലും, തീയായി ദേശദേശാന്തരങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ദൈവത്തിന്റെ തീയായി കത്തുക. ഓ സ്പിരിറ്റ്, ഫയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി, പരിശുദ്ധാത്മ അനുഭവത്തിനായി ആഗ്രഹിച്ച് വിശ്വാസത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പൈശാചിക പീഡകള്, നാരകീയ പോരുകള്, അന്ധകാര ശക്തികള്, ശത്രുവിന്റെ ആധിപത്യങ്ങള്, പിശാച് വെക്കുന്ന കെണികള്, ചതികള് പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത രോഗശാന്തികൾ, അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുത കൃപാവരങ്ങൾ, അത്ഭുത മാനസാന്തരങ്ങൾ ജഗത്തിന്റെ മധ്യേ സംഭവിക്കട്ടെ, വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമ ശക്തി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുത്തണമേ, വെളിപ്പെടുത്തണമേ. ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ, കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. പൈശാചിക പീഡകൾ സകല ജീവിതങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ നൽകണമേ, കൃപ നൽകണമേ, അഭിഷേകം പകരണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അമ്മ മാതാവേ, അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം സഹായം ഞങ്ങൾക്ക് നൽകണമേ. സാത്താന്റെ സകലവിധ പീഡകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകുവാൻ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാ നിയോഗങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. അമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആമേൻ. ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചനകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
ഇന്നേ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, നാവ് കൊണ്ട് ആരെയും കൊല്ലരുത്. നാവ് കൊണ്ട് ആരെയും കൊല്ലരുത്. വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണിത്. നമ്മുടെ ജീവിതവുമായി ഈ സന്ദേശത്തിന് വലിയ ബന്ധമുണ്ട്. ഇന്ന് അനേകം വ്യക്തികൾ ആത്മീയ മണ്ഡലത്തിലും ഭൗതികമായ മേഖലകളിലും അനുഗ്രഹം പ്രാപിക്കാതെ പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം നാവിൻ്റെ ദുരുപയോഗമാണ്. നാവിനെ തെറ്റായ വിധത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അനേകരിൽ ദൈവ സാന്നിധ്യം മങ്ങിപ്പോകുന്നത്. പല കുടുംബങ്ങളിലും പിശാചിന്റെ സ്വാധീനം വർദ്ധിക്കുന്നത്, ആ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവകൃപ തടസ്സപ്പെട്ടു പോകുന്നത് പലപ്പോഴും ആ കുടുംബത്തിലുള്ളവരുടെ നാവിൻ്റെ ദുരുപയോഗമാണ്. പരിശുദ്ധാത്മാവില്ലാത്ത വാക്കുകള്, പരിശുദ്ധാത്മാവില്ലാത്ത സംസാരങ്ങള്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത പെരുമാറ്റങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്. പകരം പിശാചിന്റെ സ്വാധീനം, സാത്താന്റെ പ്രവർത്തനങ്ങള് നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രബലപ്പെടുകയാണ്. ഒരുപാട് വ്യക്തികൾ ഇന്ന് ദുഃഖിതരും നിരാശിതരുമാണ്. പലരും പറയുന്നൊരു കാര്യം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ഞങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്, വേണ്ട വിധം കുദാശ സ്വീകരണത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെയുള്ള ആത്മീയ വളർച്ച ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? അതിന് പല പല കാരണങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു പ്രധാന കാരണം, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നാവിൻ്റെ ദുരുപയോഗമാണ്. ഞാൻ വേദപുസ്തകം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പഠിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 426ഓളം വചനങ്ങൾ നാവിനോട് ബന്ധപ്പെട്ട് തന്നെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. കാണാത്ത എത്രയോ വചനങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടാവും. അത്രയും പ്രാധാന്യമുള്ള വിഷയമാണ് നാവ്. തൻ്റെ ജനം അനുഗ്രഹത്തിന് പകരം ശാപഗ്രസ്തമായ അവസ്ഥകൾ ഏറ്റുവാങ്ങുന്നതിന്റെ കാരണം തെറ്റായ സംസാര രീതിയാണെന്ന് കർത്താവിനറിയാം. പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ പാപം കർത്താവിൻ്റെ കൺമുൻപിൽ വളരെ ഗൗരവമേറിയതാണ്. സംസാരത്തിൽ തെറ്റുവരുത്തുന്നത്, കുറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന, അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന, അപഖ്യാതികൾ ഉണ്ടാക്കുന്ന, മറ്റുള്ളവരെ ദുഷിക്കുന്ന, നിന്ദിക്കുന്ന, മുറിപ്പെടുത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ നമുക്ക് അതിൽ വലിയ തകരാറൊന്നും തോന്നത്തില്ല. എന്നാൽ കർത്താവിൻ്റെ തിരുമുൻപിൽ ഇത് വലിയ തിന്മയാണ്, പാപമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ്. വളരെ മനോഹരമായൊരു വചനമാണ്. എന്താണ് പരിശുദ്ധാത്മ നമ്മോട് പറയുന്നത്? ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. വാഴ്ത്തൽ അനേകർ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. യുദ്ധം കൊണ്ട് നശിച്ചുപോയവരെ, യുദ്ധം മൂലം മരണമടഞ്ഞവരെ അനേകരുണ്ട്, വാഴ്ത്തല കൊണ്ട് വെട്ടേറ്റ് വീണവരെ. എന്നാൽ അതിനേക്കാൾ കൂടുതലാണ് നാവ് കൊണ്ട് നശിച്ചു പോയവര്, നാവ് മൂലം തകർന്നു പോയവരെ. നമുക്ക് തോന്നും നാവ് വളരെ ചെറിയൊരു അവയവമാണ്, പക്ഷേ ഭയങ്കര പവറാണ് ഇതിനെ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയാണ്, പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ചാട്ട കൊണ്ട് അടിച്ചാൽ, നമുക്ക് ഒരുമിച്ച് വായിക്കാം, തിണർപ്പുണ്ടാകും. നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. ചാട്ട കൊണ്ട് അടിച്ചാൽ അവിടെ തിണർപ്പാണ് ഉണ്ടാകുന്നത്. നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വ്യക്തമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, അസ്ഥികൾ തകരും. ബോൺ ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആണ്
നാവിന്റെ തെറ്റായ ഉപയോഗം. എന്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ആലോചന മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ നാവിനെ പിശാചെടുത്ത് ഉപയോഗിക്കുകയാണ് അവന്റെ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, പ്രവൃത്തികൾക്ക് വേണ്ടി. അസ്ഥികൾ തകരും. എത്ര ജീവിതങ്ങളെയാ നാവ് തകർത്തിരിക്കുന്നത്, എത്ര ജീവിതങ്ങളെയാ നാവ് നശിപ്പിച്ചിരിക്കുന്നത്. നന്നായി ജീവിച്ചവര്, സ്നേഹത്തോടെ കഴിഞ്ഞ, പരസ്പരം പങ്കുവെച്ച് ജീവിച്ച എത്രയോ കുടുംബങ്ങളെ, എത്രയോ ബന്ധങ്ങളെ ഈ നാവ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, അസ്ഥികൾ പോലും തകർന്നു പോകും. ഇതിനോട് ബന്ധപ്പെട്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം. അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, 27-ാമത്തെ തിരുവചനം. എന്റെ വായ്ക്ക് കാവൽക്കാരനും, നമുക്ക് ഒരുമിച്ച് വായിക്കാം, എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. വ്യക്തമായി പരിശുദ്ധാത്മാ പറയാണ്, എന്റെ വായ്ക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്ര. നോട്ട് നോക്കിയേ, നമ്മുടെ ഈ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നാവ് മൂലം വീഴുകയോ നശിക്കുകയോ ചെയ്യില്ല. അപ്പൊ നാവ് മൂലം അനേകർ കൃപയിൽ വീണു പോകുന്നുണ്ട്, വിശുദ്ധ ജീവിതത്തിൽ വീണു പോകുന്നു. പിശാച് അവരെ വീഴ്ത്തിക്കളയുന്നു. നാവിന്റെ തെറ്റായ ഉപയോഗം മൂലം അനേകരെ അഭിഷേകത്തിൽ മങ്ങിപ്പോകുന്നു, അവിടെ അഭിഷേകം കെട്ടപ്പെട്ടു പോകുന്നു, പലരും നശിച്ചു പോകുന്നു. എത്ര വലിയ സത്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. പലപ്പോഴും നമ്മൾ ഇത് നിസ്സാരമായിട്ട് കാണുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ മാരകമായ പാപം എന്ന് പറയുന്നത് വ്യഭിചാരം ചെയ്യുക, വലിയ ബാങ്ക് കവർച്ചയ്ക്ക് പോവുക, അതുപോലെ അബോർഷൻ ചെയ്യുക, ദയാവധം നടത്തുക, സ്വർഗ ഭോഗങ്ങളിൽ ഏർപ്പെടുക, മനഃപൂർവ്വം മറ്റൊരാളെ കൊന്നുകളയുക. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മുൻപിൽ മാരകമായ പാപങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ തിന്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളെ തടയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന് മങ്ങലേൽപ്പിക്കുന്നത്, ദൈവകൃപയെ തട്ടിത്തെറിപ്പിക്കുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മ പറയാണ്, അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം പ്രബലപ്പെടുവാൻ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടുവാൻ, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ, നമ്മൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മ ശക്തി സമൃദ്ധമായി നിറയപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള വഴി കർത്താവ് പറഞ്ഞു തരികയാണ്. 34-ാം സങ്കീർത്തനം 12-13 വചനങ്ങളിൽ എന്താണ് ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നത്? നല്ല ജീവിതം ആഗ്രഹിക്കുക, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, കൃപ നിറഞ്ഞ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നവോ, ആരോഗ്യത്തോടെ ഇരിക്കാൻ, കൃപയോടെ ജീവിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ പരിശുദ്ധാത്മ പറയുന്നത്? തിന്മയിൽ നിന്ന് നാവിനെ, അപവാദങ്ങളിൽ നിന്ന്, പരിഹാസങ്ങളിൽ നിന്ന്, കുറ്റപ്പെടുത്തലുകളിൽ നിന്ന്, മറ്റുള്ളവരെ ദുഷിക്കുന്നതിൽ നിന്ന്, അപഖ്യാതികൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതിൽ നിന്ന്, മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ നിന്ന് നിന്റെ നാവിനെയും, വ്യാജഭാഷണം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാ. എന്നാ വലിയ അപകടം എന്നറിയോ? കാര്യങ്ങൾ മനസ്സിലാക്കാതെ, നിജസ്ഥിതി അറിയാതെ, തെറ്റായ വിധത്തിൽ സംസാരിച്ച് വാർത്തകൾ ഇങ്ങനെ അടിച്ചു വിടുക. വ്യാജഭാഷണത്തിൽ നിന്ന് നിന്റെ അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ എന്താ പരിശുദ്ധാത്മ പറഞ്ഞു തരുന്ന വഴി? തകർച്ചകൾ ഉയർച്ചകളാകാൻ, കണ്ണുനീര് ആനന്ദമാകാൻ, അസാധ്യതകൾ സാധ്യതകളാകാൻ, നമ്മുടെ നിയോഗങ്ങളിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരാൻ, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ എന്താണ് പരിശുദ്ധാത്മ പറയുന്ന വഴി? വ്യാജഭാഷണത്തിൽ നിന്ന് നിന്റെ നാവിനെ സൂക്ഷിക്കണം. സകലവിധ തിന്മകളിൽ നിന്ന് നിന്റെ നാവിനെ നിയന്ത്രിക്കണം. അപ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും
ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. ഒരുവൻ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്? ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്നാ പറയുന്നത്. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. എത്ര കൃത്യമായ വചനമാണത്! സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. നമ്മൾ പൂർണ്ണരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മ പറയുന്ന വഴി എന്താണ്? സംസാരത്തിൽ തെറ്റുവരുത്താതെ സൂക്ഷിക്കണം. നമ്മുടെ സംസാരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവില്ലാത്ത സംസാരം വേണ്ട. ഭാര്യ ഭർത്താക്കന്മാരെ, നമ്മുടെ സംസാരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. മാതാപിതാക്കളെ, നമ്മുടെ സംസാരത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ സംസാരത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സംസാരത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു സംസാരവും നമുക്ക് വേണ്ട. യാക്കോബിന്റെ ലേഖനം 1:26 വളരെ മനോഹരമായൊരു വചനമാണ്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച് ഒരുമിച്ച് വായിക്കണം. എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അവന്റെ ഭക്തി കാപട്യം നിറഞ്ഞതാണ്. ആ ഭക്തി കൊണ്ട് ഒരു പ്രയോജനവുമില്ല, വ്യർത്ഥമാണെന്നാണ് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്. താൻ ദൈവഭക്തനാണ്. ഞാൻ ചിന്തിക്കും, ഞാൻ ഒരു സുവിശേഷ പ്രഘോഷകനാണ്, കർത്താവിന്റെ മിഷണറിയാണ് എന്നൊക്കെ ചിന്തിച്ച് എന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഈ നാവ് കുറ്റം പറയാനും മറ്റുള്ളവരെ പരിഹസിക്കാനും ദുഷിക്കാനും അപവാദങ്ങൾ പറഞ്ഞു വരുത്താനും അവിഖ്യാതികൾ ഇങ്ങനെ പറഞ്ഞു നടക്കാനും ഈ നാവിനെ ഞാൻ പിശാചിനെ വിട്ടുകൊടുക്കുന്നെങ്കിൽ എന്റെ ഭക്തി കൊണ്ട്, കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പരിശുദ്ധാത്മ പഠിപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഒരു മനുഷ്യന്റെ ആത്മീയതയെ ഉരച്ചു നോക്കുന്ന ഉരക്കല്ലാണ് അവന്റെയും അവളുടെയും നാവ്. ഒരു വ്യക്തിയിൽ എന്തുമാത്രം ദൈവകൃപയുണ്ട്, എന്തുമാത്രം പരിശുദ്ധാത്മ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ആ വ്യക്തിയുടെ കൂടെ താമസിക്കുന്നു വേണ്ട, അല്പസമയം ആ വ്യക്തിയുടെ സംസാരം ശ്രദ്ധിച്ചാൽ മതി. പെരുമാറ്റത്തിൽ നമുക്ക് കുറെ കൂടി കപടത കാണിക്കാൻ പറ്റും. എന്നാൽ സംസാരത്തിൽ അധിക സമയം കപടത കാണിക്കാൻ പറ്റത്തില്ല. അല്പം കഴിയുമ്പോൾ തനി നിറം, തനി സ്വഭാവം പുറത്തേക്ക് വരും. ഒരു വ്യക്തി കൃപ നിറഞ്ഞ വ്യക്തിയാണെന്ന് അറിയാൻ ആ വ്യക്തിയുടെ സംസാരം ശ്രദ്ധിച്ചാൽ മതി. വ്യക്തമായി തിരുവെഴുത്ത് പറയാണ്. ആദ്യ നാളുകളിലൊക്കെ നമ്മൾ പല അസുഖവുമായി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നൊരു കാര്യമുണ്ട്, ആ നാവൊന്ന് നീട്ടിക്കേ. ഇപ്പോഴും ചില ഡോക്ടേഴ്സ് അത് ചെയ്യാറുണ്ട്. അവർ ടോർച്ച് അടിച്ച് നാവിൻ്റെ മുകളിലേക്ക് നോക്കും. കാരണം നാവ് കണ്ടാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും. രക്തക്കുറവുണ്ടോ, കിഡ്നിക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ, ഇതെല്ലാം നാവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഒരു വ്യക്തിയുടെ സംസാര രീതിയിൽ നിന്ന് ആ വ്യക്തി എന്തുമാത്രം കൃപ നിറഞ്ഞവനാണ്, പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണ്, അഭിഷേകമുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. നാവിൻ്റെ ദുരുപയോഗമാണ് അനേകം അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് തടസ്സപ്പെടുത്തി പോകും. നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, വചനം വായിക്കാഞ്ഞിട്ടല്ല, നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദേഷ്യം വരുമ്പോൾ, അരിശം വരുമ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ്. അതൊന്ന്. അതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ തകർക്കാനും നശിപ്പിക്കാൻ എനിക്ക് പറ്റാത്തത്, എനിക്കിഷ്ടപ്പെടാത്തത് ഒരു കാര്യം അവിടെ കാണുമ്പോൾ, അവർ ചെയ്യുമ്പോൾ അവരെ ഇന്റൻഷ്യലി തകർക്കാൻ, നശിപ്പിക്കാൻ, അവിടെ സൽപ്പേരിന് കളങ്കം വരുത്താൻ, ആ മിനിസ്ട്രി പൊളിപ്പിക്കാൻ, ആ കൂട്ടായ്മ ഇല്ലാതാക്കാൻ, ആ കുടുംബത്തെ താറുമാറാക്കാൻ പിശാചിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന കുറെ മനുഷ്യര് എത്ര വലിയ അപകടമാണെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ തിരിച്ചറിയണം. ജെറമിയ പ്രവചനത്തിൽ വളരെ മനോഹരമായൊരു വചനമുണ്ട് ഇതിനുള്ള ബന്ധത്തിൽ. 18-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ്. ആ വചനം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യത്തില്ല, ആ വചനം വായിക്കും. ജെറമിയ പ്രവചനം 18:18 എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങൾ ആ വചനം എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ ആത്മാവ് പറയുന്നത്?
അപ്പോൾ അവർ പറഞ്ഞു, വരുവിൻ, നമുക്ക് ജെറമിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്താം. പലരും അതാ ചെയ്യുന്നത്, ഗൂഢാലോചന നടത്തുകയാണ്. ആ വ്യക്തിയെ തകർക്കാൻ, ആ വ്യക്തിയെ നശിപ്പിക്കാൻ, ആ വ്യക്തി ഇല്ലാതാക്കാൻ, ആ വ്യക്തിയുടെ കൂടെയുള്ളവരെ മടുപ്പിലേക്ക് നയിക്കാൻ, അവരെ തളർച്ചയിലേക്ക് നയിക്കാൻ ഗൂഢാലോചന നടത്തുക. ഇതിലൊന്നും പരിശുദ്ധാത്മാവില്ല. ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തി. ദൈവമക്കളെ, തുടർന്ന് എന്താ വചനം പഠിപ്പിക്കുന്നത്? എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമത്തിന്റെ ഉപദേശം, വചനത്തിന്റെ ജ്ഞാനവും, അതാണ് അതിന്റെ അർത്ഥം. കർത്താവിന്റെ പുരോഹിതനിൽ നിന്ന് വചനത്തിന്റെ ജ്ഞാനവും, ജ്ഞാനിയിൽ നിന്ന് ദൈവത്തിന്റെ ആലോചനയും, പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. കർത്താവിന്റെ പ്രവാചകനിൽ നിന്ന് അവിടുത്തെ വചനവും നശിച്ചു പോവുകയില്ല എന്ന് പലർക്കും അറിയാം. ദൈവം അനുഗ്രഹിച്ചൊരു വ്യക്തിയെ ശപിക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തൊരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവം പരിപാലിക്കുന്ന ഒരു വ്യക്തിയെ അത് സൽപ്പേര് കളങ്കം വരുത്താനോ ആ വ്യക്തിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് എന്തൊക്കെ ചെയ്താലും ആ വ്യക്തിയെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടെ വചനം പറയുന്നത്. നമുക്ക് ഗൂഢാലോചന നടത്താം, പുരോഹിതനിൽ നിന്ന് വചനം മാറ്റാൻ പറ്റത്തില്ല, വചനത്തിന് ജ്ഞാനം കളയാൻ പറ്റത്തില്ല, ജ്ഞാനിയിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന നീക്കി കളയാൻ പറ്റത്തില്ല, പ്രവാചകനിൽ നിന്ന് വചനത്തിന് അഭിഷേകം എടുത്തു കളയാൻ പറ്റത്തില്ല. അപ്പൊ ഇനി എന്താ ചെയ്യാനുള്ള വഴി? അപ്പൊ ഇവരെ നശിപ്പിക്കാൻ കർത്താവിന്റെ ദാസന്മാരെ, കർത്താവ് തെരഞ്ഞെടുത്തവരെ, കർത്താവ് സ്നേഹിക്കുന്നവരെ, കർത്താവ് അനുഗ്രഹിച്ചവരെ തകർക്കാനുള്ള വഴി അത് കുടുംബത്തിലാകാം, സമർപ്പിത സമൂഹത്തിലാകാം, മിനിസ്ട്രികളിലാകാം, ധ്യാന കേന്ദ്രങ്ങളിലാകാം, ആത്മീയ കൂട്ടായ്മകളിലാകാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് നിർമ്മലമായ വചനത്തിന് മുൻപിരുന്ന് പരിശോധിക്കണം. തകർക്കാൻ പറ്റില്ലെന്ന് അറിയുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്ന അടുത്ത പരിപാടി എന്താണ്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവര് പറയാണ്, വരുവീൻ, നമുക്ക് അവനെ നാവുകൊണ്ട് തകർക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് തകർക്കാന്നാ പറഞ്ഞേ? നാവ് കൊണ്ട് തകർക്കാം. ഇല്ലായ്മകൾ പറഞ്ഞു വരുത്തി, അപഖ്യാതികൾ പറഞ്ഞു നടന്ന്, അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയെ നമുക്ക് നാവ് കൊണ്ട് തകർക്കാം. ഇന്ന് പിശാച് ഇതാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ചതിയിൽ നമ്മൾ പെട്ടുപോകരുത്, ഈ വഞ്ചനയിൽ പെട്ടുപോകരുത്. കർത്താവിന്റെ അഭിഷിക്തർ, ഇതാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലർക്കെതിരെ അപഖ്യാതികൾ പറയാം, ചുമ്മാ ഇങ്ങനെ അടിച്ചു വിടുകയാണ്, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങള്, യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. അവരെ തേജോവധം ചെയ്യാൻ, അപഹസിക്കാൻ, ദുഷിക്കാൻ, പരിഹസിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിച്ച് അവരെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ബോധപൂർവം മനഃപൂർവ്വം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തികള് അത് വലിയ അപകടമാണെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത് കേട്ടോ. നമുക്ക് വലുത് നിത്യജീവനാണ്, നമുക്ക് വലുത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്, നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഈശോയാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവാണ്. അതിനെ നഷ്ടപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളിലോ ഇത്തരത്തിലുള്ള സമ്പർക്കങ്ങളിലോ ഇങ്ങനെയുള്ള പെരുമാറ്റ സംസാരങ്ങളിലോ നമ്മൾ കൂട്ടുചേരരുത്, പങ്കുചേരരുത്. വേദപുസ്തകം പറയാണ്. ഇതിനോട് ബന്ധപ്പെട്ട് എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നമ്മളെ വചനം ശ്രദ്ധിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വചനം. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നമുക്ക് പെട്ടെന്ന് വചനം ശ്രദ്ധിക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയൊരു കൂട്ടത്തിൽ പെടുമ്പോൾ എന്തു പറ്റും? പരദൂഷകനും, നമ്മൾ ഒരുമിച്ച് വചനം വായിച്ച്, എല്ലാവരും ഒരുമിച്ച് വായിച്ച്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവര്. ദൈവമേ, എന്തൊരു വചനമാണിത്! പരദൂഷകരും ഏഷണിക്കാരും ശാപഗ്രസ്തരാണ്, ശപിക്കപ്പെട്ടവരാണ്. അടുത്ത വചനം, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. വെച്ച് പൊറുപ്പിക്കില്ല കർത്താവ്. അത് കുടുംബത്തിലാണെങ്കിലും, മിനിസ്ട്രികളിലാണെങ്കിലും, സഭാ സമൂഹങ്ങളിലാണെങ്കിലും, നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിലാണെങ്കിലും, ഇങ്ങനെ സമാധാനത്തിൽ കഴിഞ്ഞവരെ, സ്നേഹത്തിൽ കഴിഞ്ഞവരെ ഭിന്നിപ്പിക്കുവാൻ,
അവരെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി പരദൂഷണങ്ങൾ ഏഷ്യകൾ പറയുന്നവരെ കർത്താവ് വെറുതെ വിടില്ല. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയാണ്, അവർ ശപിക്കപ്പെട്ടവരാണ്, ശാപഗ്രസ്തരാണ്. ആരാണ്? അപ്പൊ നമ്മൾ ഈ ശാപഗ്രസ്തരാവാൻ വേണ്ടി വലിയ വലിയ മാരക പാപങ്ങൾ ചെയ്യണോ? 10-15 പേരെ കുത്തിക്കൊല്ലണോ? അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കടത്ത് നടത്തണോ? ഇതൊന്നും വേണ്ട. മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഇല്ലായ്മകൾ പറയാ, പരദൂഷണം പറയാ, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാ. ഞാൻ അത് കേട്ടു, ഞാൻ അത് കണ്ടു, ആ വ്യക്തി ഇങ്ങനെയാണ്, ഈ വ്യക്തി ഇപ്രകാരമാണ്, ആള് ശരിയല്ല, ഇങ്ങനെ ചുമ്മാ ഓരോന്നും പറഞ്ഞു നടക്കാണ്. മറ്റുള്ളവരെ വിശ്വസിക്കാൻ തക്കവിധം വശീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചും പറഞ്ഞും ആ വ്യക്തിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുക. എത്ര പേര് നശിച്ചു പോയിട്ടുണ്ടെന്നറിയോ? എത്ര പേര് തകർന്നു പോയിട്ടുണ്ട്? പലരും ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് ഈ പരദൂഷകരുടെ ഏഷ്യനിക്കാരുടെയും പ്രവർത്തികൾ മൂലം. അവർ ശപിക്കപ്പെട്ടവരാണ്. എന്താണ് ഈ ശാപഗ്രസ്തമായ അവസ്ഥയുടെ പ്രത്യേകത? അതറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ പോകണം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വചനം. എന്താണ് ഈ ശാപഗ്രസ്തമായ അവസ്ഥയുടെ പ്രത്യേകത? ദൈവമക്കളെ, കർത്താവ് കായേനെ നോക്കി പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിന് കറ വന്നിട്ടുണ്ടോ? നമ്മൾ ആത്മശോധന ചെയ്യണം. നോമ്പ് കാലഘട്ടമാണ്, തപസ്സിന്റെ നാളുകളിൽ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന്റെ മുൻപിലിരുന്ന്, എൻ്റെ പൊന്നു കർത്താവേ, പരദൂഷണത്തിന്റെയും ഏഷ്യണിയുടെയും ഇത്തരത്തിലുള്ള നിന്നാ വചനങ്ങളുടെ ഞാൻ അപവാദങ്ങളും അപഖ്യാതികളും പറഞ്ഞതിന്റെ കറകള് എൻ്റെ കുടുംബത്തിൽ വീണിട്ടുണ്ടോ? എൻ്റെ മക്കളിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ? ചങ്ക് പൊട്ടി കരഞ്ഞ് നിലവിളിക്കണം. കർത്താവ് കരുണ കാണിക്കും. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് വരും. ഉൽപ്പത്തി 4:12 നമുക്ക് വായിക്കാം. എന്താ പറയുന്നത്? കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന് ഫലം അനുഭവിക്കാൻ പറ്റത്തില്ല. പണിയെടുക്കുക, അധ്വാനിക്കുക, എന്നാൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. ചിലർ പറയാറില്ലേ, 2 അടി മുന്നോട്ട് വെച്ചാൽ 4 അടി പുറകോട്ടാണ്. ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല, ബിസിനസ്സിൽ മുന്നേറാൻ പറ്റുന്നില്ല, ജോലിയിൽ മുന്നേറാൻ പറ്റുന്നില്ല, കൃഷിയിൽ മുന്നേറാൻ പറ്റുന്നില്ല, കുടുംബ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല. ഒന്നിലും വളർച്ച പ്രാപിക്കാൻ, അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ ജീവിതം മുരടിച്ചു പോയ അവസ്ഥ. അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. ചില പറയാറുണ്ട്, വീട്ടിൽ 8 പേര് ജോലി ചെയ്യുന്നവരാ, അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്, കിട്ടുന്ന പൈസ എങ്ങോട്ടാ പോണെന്ന് അറിയത്തില്ല. പിന്നെ കടം മിച്ചം, ബാക്കി വീണ്ടും കടബാധ്യതയാണ്. എൻ്റെ സഹോദരങ്ങളെ പരിശോധിക്കണം. ഈ കറ നമ്മുടെ ജീവിതത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അനുദപിക്കാൻ തയ്യാറാകണം. പലരുടെയും ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹങ്ങളെ തടയുന്നത് ഇത്തരത്തിലുള്ള പാപത്തിന്റെ കറകളാണ്. അധ്വാന ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. ചില ആൾക്ക് നന്നായി നല്ല ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എവിടെയോ ഒരു മിസ്സിങ്. നമ്മൾ പറയാറില്ലേ, എവിടെയോ ഒരു മിസ്സിങ് ഉണ്ട്. കാരണം ജീവിതത്തിൽ എവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ അവർക്ക് ഉയർച്ച കിട്ടുന്നില്ല, അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, അധോഗതിയാണ്. അടിക്കടിക്ക് പ്രശ്നങ്ങളും പരാജയങ്ങളുമാണ്. ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയാണ്, നിന്റെ അധ്വാന ഫലം നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് എന്താ ആ വചനത്തിൽ നമ്മൾ കാണുന്നത്? നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. നീ ഭൂമിയിൽ, ഉൽപ്പത്തി 4:12, നീ ഭൂമിയിൽ അലഞ്ഞ് തിരിയുന്നവനായിരിക്കും എന്ന് പറഞ്ഞാൽ വട്ടം കറങ്ങി നടക്കുകയാണ്. എവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒരു ഗതിയില്ലാതെ ജീവിക്കുന്ന അനേകം പേര്. ദൈവമക്കളെ, നമ്മുടെ ആരുടെയും കുറവുകളും കുറ്റങ്ങളും പറയാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. നമ്മൾ ആത്മശോധന ചെയ്യാനാണ്. എവിടെയാണ് നമുക്ക് തകരാറ് പറ്റിയിരിക്കുന്നത്? എവിടെയാണ് നമ്മളിലുള്ള അനുഗ്രഹം ചോർന്നു പോകുന്നത്? നമ്മളിലുള്ള കൃപ എവിടെയാണ് മങ്ങിപ്പോകുന്നത്? നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം എവിടെയാണ് നിർവീര്യമായി പോകുന്നത്? അതിന്റെ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളിലൂടെ വെളിച്ചം വീശുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരിശോധിക്കണം. അലഞ്ഞു തിരിഞ്ഞു നടക്കുക, ഒരു ഗതിയില്ലാതെ പല വ്യക്തികൾ ഇത്തരത്തിൽ കഴിയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ പരിശോധിക്കണം ദൈവമക്കളെ. നാവിനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നമ്മളിങ്ങനെ അഴിച്ചു വിടുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാക്കാതെ
സത്യം തിരിച്ചറിയാതെ നമ്മൾ പലതും പറയുന്നുണ്ടോ? അത് അപകടമാണെന്ന് പരിശുദ്ധാത്മാ പറയാണ്. യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് ആ വചനം കൂടി കാണാം. 28-ാം അധ്യായം 22-ാമത്തെ വചനം. യെശയ്യാ പ്രവചനം 28-22 എന്താ പരിശുദ്ധാത്മാ പറയുന്നത്? അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. എല്ലാവരും ഒരുമിച്ച് ആ വചനം ഏറ്റു പറഞ്ഞേ, അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ എല്ലാവരും ഒരുമിച്ച് ആ വചനം ഏറ്റു പറഞ്ഞേ, അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം നിന്ദിച്ച് സംസാരിക്കരുത്. മാതാപിതാക്കളും മക്കളും പരസ്പരം നിന്ദിച്ച് സംസാരിക്കരുത്. അധികാരികളോട് നിന്ദിച്ച് സംസാരിക്കരുത്. ദൈവം നമുക്ക് തന്നവരോട് നിന്ദിച്ച് സംസാരിക്കരുത്. അവരെ ഇകഴ്ത്തി കെട്ടുന്ന വിധത്തിൽ, അവരങ്ങ് ഇല്ലാതാക്കുന്ന വിധത്തിൽ സംസാരിക്കരുത്. നിങ്ങൾ നിന്ദിക്കരുത്. പരിശുദ്ധാത്മ പറയാ, നിന്ദിച്ചാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ആ വചനം ശ്രദ്ധിച്ച എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനം അത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ബന്ധനങ്ങൾ കഠിനമാകും. എന്റെ ദൈവമേ, എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. അല്ലാതെ തന്നെ എടുക്കുവാനും പുതയ്ക്കാനും ഇഷ്ടം പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി അതങ്ങനെ കൂടുതൽ കടുപ്പിക്കണോ? വേണോ എൻ്റെ സഹോദര, വേണോ സഹോദരി? നീ നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. കുരുക്ക് അഴിയല്ല, കൂടുതൽ മുറുകി വരികയാണ്. പലരും എന്തുകൊണ്ട് അവർക്കൊരു യഥാർത്ഥ ഡെലിവറൻസ് കിട്ടാത്തത്? അവർ ആയിരിക്കുന്ന ആ ചില ബോണ്ടേജുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് പലർക്കും പുറത്തു വരാൻ പറ്റാത്തത്? പലരും പറയാറുണ്ട്, ഞങ്ങൾക്കൊരു എക്സിറ്റ് കിട്ടുന്നില്ല, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, ഞങ്ങൾ നേരിടുന്ന ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കണം നമ്മുടെ നാവിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. നീ നിന്ദിച്ചാൽ നിന്റെ ബന്ധനം കഠിനമാകുമെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം മുന്നറിയിപ്പ് തരികയാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, നമ്മുടെ നാവ് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാനായിട്ട്. നമ്മുടെ നാവിന് ഒരിക്കലും പിശാചിന് വിട്ടുകൊടുക്കരുത്. ആ ഒരു വചനം കൂടി ഒന്ന് വായിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഇതിനടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം തിരുവചനമാണ്. ആ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 3:6 എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശം? എല്ലാവരും വചനം ശ്രദ്ധിക്കണം. എന്ത് നിർദ്ദേശമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്? നാവ് തീയാണ്. എന്റെ ദൈവമേ, എല്ലാവരും പറഞ്ഞേ, നാവ് തീയാണ്. പറഞ്ഞേ, നാവ് തീയാണ്. നമുക്ക് ഈ അവയവം, ഈ നാവ് കാണുമ്പോൾ ഇതൊക്കെ തോന്നുന്നുണ്ടോ? നാവ് തീയാണ്. ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു വലിയ സമൂഹത്തെ കത്തിച്ചാമ്പലാക്കി കളയാൻ നാവിന് കഴിയും. ഒരു ദേശം മുഴുവനെയും നശിപ്പിച്ച് കളയാൻ നാവിന് കഴിയും. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞത്, വാൾത്തല അനേകര് വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. നാവ് തീയാണ്. തുടർന്ന്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനപ്പെടുത്തുന്നു. ശരീരം മുഴുവൻ മലിനപ്പെടുത്തുന്ന നാവിന് കഴിയും. ചീത്ത വാക്കുകൾ, തെറി വാക്കുകൾ, മോശമായ വാക്കുകൾ, അസഭ്യ വാക്കുകൾ, അതുപോലെ ദുഷിച്ച വാക്കുകൾ, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, ഈ ദേഷ്യം വരുമ്പോ പിന്നെ വായിൽ തോന്നൊക്കെ വിളിച്ചു കൂവാണ്, അങ്ങനെയുള്ള വാക്കുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ എല്ലാം നമ്മുടെ ശരീരം മലിനപ്പെടുകയാണ്. നമ്മുടെ ശരീരത്തിൽ റെസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിന് മേലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം മങ്ങിപ്പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ആത്മശക്തിയെ അത് നിർവീര്യമാക്കി. ഇതാണ് പിശാചിന്റെ പരിപാടി. സാത്താൻ അതറിയാം. ദൈവത്തിന്റെ സാന്നിധ്യം മങ്ങിപ്പോയാൽ പിന്നെ പിശാചിന്റെ കയ്യില് കളിപ്പാവയായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്താൻ അനാവശ്യ വാക്കുകൾ നമ്മുടെ നാവിലൂടെ പിശാച് തൊടുത്തുവിടുന്നു. ചില തീയമ്പുകൾ തൊടുത്തുവിടുന്നത് പോലെ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ നാവിനെ ഏറ്റെടുക്കണം. വിശുദ്ധിയോടെ സംസാരിക്കാൻ, കൃപയോടെ സംസാരിക്കാൻ, അഭിഷേകത്തോടെ സംസാരിക്കാൻ, അനുഗ്രഹത്തോടെ സംസാരിക്കാൻ കൃപ തരണമേ. ഈ വചനത്തിന്റെ അവസാന ഭാഗം എന്താ പറയുന്നത്?
നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ്, നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച്, പിശാച് നരകത്തിന്റെ തീയെ നമ്മുടെ നാവിലേക്ക് തൊടുത്തു വിടുകയാണ്. ഇങ്ങനെ തൊടുത്തു വിടുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഈ തീ നമ്മുടെ നാവിൽ വന്ന് പതിക്കുമ്പോൾ നമ്മളിതാ അതങ്ങ് പുറത്തേക്ക് അങ്ങ് വിടാണ്. എന്തൊക്കെയെന്ന് പലരും പറയുന്നു. എൻ്റെ ദൈവമേ, ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ പിശാചിന്റെ ഏജന്റുകൾ ആവരുത്. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ്, നമ്മൾ അഭിഷേകമുള്ളവരാണ്, നമ്മൾ കർത്താവിന്റെ ജനമാണ്, നമ്മൾ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എഫെസസ്കാർക്ക് ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വചനം, ആ വാക്യം കൂടി നമുക്കിത് വായിക്കാം. എഫെസസ് 4:29. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടുക. ഇത് തീരുമാനമെടുക്കണം. നമ്മള് അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ നിറയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മന്റെ അഭിഷേകം നമ്മളിൽ പൂരിതമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വചനത്തിന്റെ തീ നമ്മളിൽ കത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ കൃപയുടെ കുടുംബങ്ങളാകാൻ, പരിശുദ്ധാത്മാവുള്ള കുടുംബങ്ങളാകാൻ, നമ്മുടെ ബന്ധങ്ങൾ, കൂട്ടായ്മകൾ, സമൂഹങ്ങളെല്ലാം ആത്മനിറവിന്റെ സമൂഹങ്ങളായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ സമയം തീരുമാനമെടുക്കണം. എന്റെ പൊന്നു കർത്താവേ, എന്റെ നാവിനെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുകയാണ്. തിന്മ പറയുന്ന, വ്യാജം പറയുന്ന, ദുഷിച്ചു പറയുന്ന, അപവാദങ്ങൾ പറയുന്ന, അപഖ്യാതികൾ പറയുന്ന, ഇല്ലായ്മകൾ പറയുന്ന സംസാരം ഞാൻ കർത്താവെ അവസാനിപ്പിക്കുന്നു. തിന്മ തിന്മ പുറപ്പെടാതിരിക്കട്ടെ. ബാക്കി വചനം വായിച്ച്. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നല്ല കാര്യങ്ങൾ, അനുഗ്രഹത്തിന്റെ വാക്കുകള്, സ്നേഹത്തിന്റെ വാക്കുകള്, പ്രോത്സാഹനത്തിന്റെ വാക്കുകള്, നന്മയുടെ വാക്കുകള്, പ്രത്യാശയുടെ വാക്കുകള്, ഇതല്ലേ നമ്മൾ പറയേണ്ടത്. മറ്റുള്ളവരെ നോക്കി പ്രോത്സാഹനത്തിന്റെ വാക്ക്, നന്മയുടെ വാക്ക്, കൃപയുടെ വാക്കുകൾ, അനുഗ്രഹത്തിന്റെ വാക്കുകളൊക്കെ പറയുമ്പോൾ പറയുന്ന നമ്മിലും കേൾക്കുന്ന അവരിലും പരിശുദ്ധാത്മ ശക്തി നിറയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള സാന്നിധ്യം നിറയുകയാണ്. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ തകർക്കാൻ പിശാചിന് പറ്റത്തില്ല. ഇങ്ങനെയുള്ള ജീവിതങ്ങളെ അടിച്ചിടാൻ ഒരു തിന്മയ്ക്ക് സാധിക്കില്ല. കാരണം അവർക്ക് ചുറ്റും തീമതിലായി, തീക്കോട്ടയായി അവിടെ മധ്യേ കർത്താവ് നിലയുറപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എന്റെ മേൽ ശക്തമായൊരു അഭിഷേകം വ്യാപരിക്കുകയാണ്. തീരുമാനമെടുക്കണം. ഞാൻ ഇനി തിന്മ പറയില്ല. ആരെ പറ്റി തിന്മ പറയത്തില്ല മാത്രമല്ല, കേൾക്കുകയരുത്. തിന്മ കേൾക്കരുത്, അപവാദങ്ങൾ കേൾക്കരുത്, അപഖ്യാതികൾ കേൾക്കരുത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വന്നാൽ തന്റെ അടുത്തോടെ ചങ്കുറപ്പോടെ പറയാൻ പറ്റണം, എന്റെ അടുത്ത് ഇത് പറയരുത്, എന്റെ അടുത്ത് ആരെ കുറിച്ച് തിന്മ പറയണ്ട. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, എനിക്കത് കേൾക്കണ്ട. ഒരു അപവാദത്തിന് ചെവി കൊടുക്കരുത്. അത് കൊടുത്താൽ പിശാച് നിന്നെ നശിപ്പിക്കും. എത്ര ജീവിതങ്ങൾ ഇതുപോലെ സാത്താൻ നശിപ്പിച്ചിരിക്കുന്നു. ചുമ്മാ അപവാദത്തിന് ചെവി കൊടുത്തതാ. പിന്നെ ആ വ്യക്തി പയ്യെ 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 പ്രാർത്ഥന നഷ്ടപ്പെട്ടു, വചനധ്യാനം നഷ്ടപ്പെട്ടു. പതുക്കെ 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 പിശാചിന് പിടിയിലായി. ഞാനിത് പറയുന്നത് എൻ്റെ 30 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലുള്ള ബന്ധത്തിലാണ്. അനേകരെ പല കാര്യങ്ങളും പങ്കുവെച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പലരുടെയും പരാജയത്തിനും തകർച്ചയ്ക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള മാരകമായ പാപങ്ങളൊന്നല്ല, ഇതുപോലെ നമ്മൾ നിസ്സാരമായി കാണുന്ന ഇത്തരത്തിലുള്ള പാപങ്ങളാണ് അനേകരെ നിത്യനാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തീരുമാനമെടുക്കണം. ഞാൻ ആരെ പറ്റിയും തിന്മ പറയുകയില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. 28-ാം അധ്യായം 18-ാമത്തെ വചനം. 28-16. അപവാദത്തിന് ചെവി കൊടുക്കുന്നവർ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ കഴിയുകയില്ല. അപവാദത്തിന് ചെവി. ചിലർ പറഞ്ഞു ഞാനിത് പറയുന്നില്ല. പറയണ്ട. കേൾക്കുന്നുണ്ടോ? അപവാദങ്ങൾ കേൾക്കുന്നുണ്ട് സഹോദരങ്ങളെ.
മറ്റുള്ളവരെ കുറിച്ചുള്ള ദുഷിപ്പ് സംസാരങ്ങൾ കേൾക്കുന്നുണ്ടോ? മറ്റൊരു ചിലപ്പോൾ ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ചാകാം, ചിലപ്പോൾ നമ്മുടെ അധികാരികളെ കുറിച്ചാകാം, നമ്മുടെ സ്നേഹിതരെ കുറിച്ചാകാം, നമ്മളുമായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ഇടങ്ങളിലുള്ളവരെ കുറിച്ചാകാം. അപവാദങ്ങൾ കേൾക്കാൻ ചെവി കൊടുക്കാറുണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അപഖ്യാതികൾ, അപവാദങ്ങൾ കേൾക്കാൻ ചെവി കൊടുക്കാറുണ്ടോ? പരിശുദ്ധാത്മ പറയാ, നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല, സമാധാനം ഉണ്ടാവില്ല. പിശാച് അടിച്ചു കളയും, മോഷ്ടിച്ചു കൊണ്ടുപോകും. നമ്മളത് അറിയുന്നില്ല. സാത്താൻ മോഷ്ടാവാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശുശ്രൂഷയിൽ കണ്ടു. പിശാച് മോഷ്ടിക്കും, നമ്മുടെ സമാധാനം മോഷ്ടിക്കും, നമ്മുടെ ആനന്ദം മോഷ്ടിക്കും, നമ്മുടെ സ്നേഹത്തെ മോഷ്ടിക്കും, നമ്മുടെ ഒന്നിപ്പിനെ മോഷ്ടിക്കും, നമ്മളെ താറുമാറാക്കി കശപിശയാക്കി അങ്ങ് മാറ്റും. ഇന്ന് പല കുടുംബങ്ങളിലും പല ജീവിതങ്ങളിലും പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ LKG വിഷയ ഒരു വിഷയവുമില്ല, പക്ഷെ എന്നും കശപിശ, കലഹം, അടിപിടി, ബഹളം, കരയാതെ ഉറങ്ങാത്തൊരു ദിവസം പോലുമില്ല. ഞാൻ ചുമ്മാ പറയുന്നതല്ല പ്രിയപ്പെട്ടവർ, ഒരുപാട് ജീവിതങ്ങള് ഈ ഒരു അവസ്ഥയിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. കർത്താവിന്റെ ശക്തി ഈ സമയം ഇറങ്ങി വരികയാണ്. ഇത്തരത്തിലുള്ള പൈശാചിക പീഡകളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കുന്ന സമയമാണ്. ഒരുമിച്ച് സാധിക്കുന്ന കരങ്ങൾ കോർത്ത് പിടിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇടിമിന്നൽ പോലെ കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവേ, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, വേദനകളിലേക്ക്, ദുരിതങ്ങളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. നാവിന്റെ ദുരുപയോഗം മൂലം വന്നുപോയ എല്ലാ തിന്മകളിലേക്കും, നാശങ്ങളിലേക്കും, തകർച്ചകളിലേക്കും, ശാപഗ്രസ്തമായ അവസ്ഥകളിലേക്കും കർത്താവിന്റെ തിരിച്ചോര് ഒഴുകപ്പെടട്ടെ. ഈശോ ഈശോ ഈശോ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നാരിക നുഖങ്ങൾ ഒടിഞ്ഞു പോകട്ടെ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഈ ഗാനം പാടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കോർത്തു പിടിച്ച ദൈവമക്കളെ ഒരുമിച്ച് പിടിക്ക്. ചില കെട്ടുകൾ പൊട്ടുന്ന സമയം, ചില മുഖങ്ങൾ ഒടിയുന്ന സമയം, ചില രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്ന സമയം, പൈശാചിക പീഡകൾ വിട്ടൊഴിയുന്ന സമയം, കുടുംബങ്ങളിൽ ദൈവകൃപ കടന്നു വരുന്ന സമയം, എല്ലാം മറന്ന് കോർത്തു പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിളിക്കുന്നു, ഈശോയെ, ഈശോ 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 ഈശോ. ശ്രദ്ധിക്കുന്നു. ക്രമൊഴുകട്ടെ. പൈശാചിക പീഡകള്, നാരിക ബന്ധനങ്ങള്, തിന്മയുടെ ശക്തികള്, അന്ധകാര ആധിപത്യങ്ങള് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹൃദയം തുറന്ന് എല്ലാം മറന്ന് ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ യേശുവേ. കരുണയായിരിക്കണമേ, കൃപ ചൊരിയണമേ. കരങ്ങൾ കോർത്തു പിടിച്ച് അഭിഷേകത്തോടെ വിശ്വാസത്തോടെ പാടിയേ. പിശാചിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. അവന്റെ സകല ചതികളും നിർവീര്യമാകട്ടെ. ദൈവമക്കളായ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നമ്മുടെ അതരങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. നമ്മുടെ നാവിൽ ദൈവകൃപ ഒഴുകപ്പെടട്ടെ. ഈശോ ഈശോ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. എല്ലാവരും തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. രക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. തലമുറകളിലേക്ക് ഒഴുകട്ടെ. പൈശാചിക പീഡകള്, നാരിക ബന്ധനങ്ങള്, തിന്മയുടെ ആധിപത്യങ്ങള് തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ നിർവീര്യമാകട്ടെ. തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന്, മുഖ്യദൂതരോട് ചേർന്ന്, വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫേലേ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ക്രമ ഒഴുകട്ടെ. ക്രമ ഒഴുകിയിറങ്ങട്ടെ.
ഇറങ്ങട്ടെ. ഈശോയെ ഹല്ലേലൂയ 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 ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയമായ അനുഗ്രഹങ്ങളെയും ഭൗതികമായി നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാന തടസ്സത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാവ് മൂലം നാശം സംഭവിച്ചവരാണ്. നാവ് മൂലം അണുബോംബിനേക്കാളും പവറാണ് ദൈവമക്കളെ നമ്മുടെ ഈ നാവിനെ. സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്, നാശം ഉറപ്പാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്ന റോമക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം 3:13 എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. വഞ്ചനയ്ക്ക്, ചതിക്ക്, ദുഷിപ്പിന്, കള്ളത്തരങ്ങൾ പറയാൻ, നുണകൾ പറഞ്ഞു പരത്താൻ, അപവാദങ്ങൾ പറയാൻ, അപഖ്യാതികൾ പറയാൻ, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ അവർ തങ്ങളുടെ നാവ് ഉപയോഗിക്കുന്നു. ഇവർക്ക് ദുരിതമെന്ന് വേദപുസ്തകം പറയാണ്. ഇങ്ങനെയുള്ളവർക്ക് ദുരിതം, മഹാദുരിതമെന്നാണ് പ്രവചന പുസ്തകങ്ങൾ നമ്മൾ കാണുന്നത്. തുടർന്ന് അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. സർപ്പവിഷം. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും സെക്കൻഡ് ഇങ്ങോട്ട് നോക്കിയതാ. ഇവിടെ എന്താ ഇരിക്കുന്നത്? ഈ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷം, പോയിസൺ ആണ്. സർപ്പവിഷം ഇരിക്കുക. സങ്കീർത്തകനായ ദാവീദ് ജ്ഞാനത്തിൽ പറയുന്നുണ്ട് ഈ സർപ്പം എന്താണെന്ന്. 140-ാം സങ്കീർത്തനം 3-ാമത്തെ തിരുവചനം. ആ വചനം നമുക്ക് പെട്ടെന്ന് വായിക്കാം. 140-ാം സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കിവിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിന്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങളുടെ കീഴിൽ അണലിയുടെ വിഷമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവരുടെ അധരങ്ങൾക്ക് കീഴിൽ സർപ്പവിഷമുണ്ടെന്നാ. എന്നാൽ ദാവീദ് ദൈവിക ജ്ഞാനത്തിൽ നിറഞ്ഞുകൊണ്ട് പറയാ, ആ സർപ്പം അണലിയുടേതാണ്. അണലിയുടെ വിഷം. എന്താണ് അണലിപ്പാമ്പിന്റെ വിഷത്തിന്റെ പ്രത്യേകത? അണലി കടിച്ചാൽ നമുക്കറിയാം ആ വലിയ അപകട, ജീവൻ രക്ഷപ്പെടാൻ തന്നെ പറ്റത്തില്ല. രക്ഷപ്പെട്ടാൽ തന്നെ വലിയ വലിയ കോംപ്ലിക്കേഷൻസ് ആണ്. അണലിപ്പാമ്പിന്റെ വിഷത്തിന് അത്രയും അപകടമുണ്ട് ദൈവമക്കളെ. ഇതുപോലെ അപകടം നിറഞ്ഞതാണ് നാവിന്റെ തെറ്റായ ദുരുപയോഗം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഈ വിഷം ചീറ്റരുത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഈ വിഷം ചീറ്റി നശിച്ചു പോകരുത്. സഹോദരി സഹോദരന്മാര്, മാതാപിതാക്കളും മക്കളും കൂടെ സഹപ്രവർത്തകര്, നമ്മുടെ അധികാരികളോട് എല്ലാം ഇന്ന് അനേകർ ഈ വിഷം ചീറ്റി 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 നശിക്കുകയാണ്. കൃപ നഷ്ടപ്പെടുത്തുകയാ, അനുഗ്രഹത്തെ തട്ടിത്തെറിപ്പിക്കുകയാ, അഭിഷേകത്തെ ഇല്ലാതാക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിന്റെ വേദനയാണ്. തന്റെ ജനത്തെ നോക്കി കർത്താവ് സങ്കടപ്പെടുകയാ. താൻ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ തന്റെ പ്രിയപ്പെട്ടവരെ ഈ സത്യം മനസ്സിലാക്കാതെ പരസ്പരം ശപിച്ചും ദുഷിച്ചും പിറുപിറുത്തും മുറുമുറുത്തും അപവാദങ്ങൾ പറഞ്ഞും പരിഹസിച്ചും ലഭിക്കേണ്ട അനുഗ്രഹത്തെ തട്ടിത്തെറിപ്പിക്കുന്നു. അണലിയുടെ വിഷം. ദയവ് ചെയ്ത് തുപ്പരുത് ദൈവമക്കളെ. മറ്റുള്ളവർക്ക് ഇത് സ്പ്രെഡ് ചെയ്യരുത്. ഇഞ്ചക്ട് ചെയ്യണ പോലെ പലരുടെയും അവർക്ക് ബ്രെയിൻ വാഷ് ചെയ്യുക. ആരെ കുറിച്ചാണ് പറയുന്നത്? ആ വ്യക്തി അങ്ങ് തേജോധം ചെയ്യാൻ വേണ്ടി അവിടെ ഗ്രൂപ്പീസ് ഉണ്ടാക്കുക, വിഭാഗീയത ഉണ്ടാക്കുക, പൊളിറ്റിക്സ് കളിക്കുക. ഇത് മിനിസ്ട്രികളിൽ ധാരാളമുണ്ട്, ധ്യാന കേന്ദ്രങ്ങളിലുണ്ട്, സഭാ സമൂഹങ്ങളിലുണ്ട്, നമ്മുടെ കൂട്ടായ്മകളിലുണ്ട്, പല കുടുംബങ്ങളിലുമുണ്ട് ഇതുപോലെയുള്ള ഡിവിഷൻസ്. അമ്മയും മക്കളും ഒരു ചേരിയിൽ, അപ്പനും ഈ കുറച്ച് മക്കൾ ഇന്ന ചേരിയിൽ, അല്ലെങ്കിൽ സഹോദരന്മാര് കുറച്ച് സഹോദരിമാർ കുറച്ച് പേര് ഇങ്ങനെ. ഇതാണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? അല്ല പ്രിയ, ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തന ദൈവമക്കളെ. സ്നേഹം തണുത്തുറഞ്ഞു പോകാൻ നമ്മൾ അനുവദിക്കരുത്. സ്നേഹത്തിന്റെ തീ നമ്മളിൽ ഇങ്ങനെ കത്തി കത്തി ജ്വലിക്കാൻ പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മൾ അനുവദിക്കണം. നാവ് കൊണ്ട്
നാശം സംഭവിച്ചതിൽ പ്രധാനപ്പെട്ടാണ് ദാവീദിന്റെ ഭാര്യയായ മിഖായൽ. സാമുവേലിന്റെ 2-ാം പുസ്തകത്തിലോട്ട് നമ്മൾ വരണം. 6-ാം അധ്യായത്തിലാണ്. അവിടെ 16ഉം 17ഉം വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2 സാമുവേൽ 6, 16, 17. കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൾ ജനലിൽ കൂടെ നോക്കി. ദാവീദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വെക്കുന്നത് അവൾ കണ്ടു. അവൾക്ക് നിന്ന തോന്നി. തന്റെ ഭർത്താവിനോട് നിന്ന തോന്നുകയാണ്. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കണം. ദൈവം നിങ്ങൾക്ക് താങ്ങും തണലുമായി തന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ ദുഷിക്കരുത്, അവരെ പരിഹസിക്കരുത്, അവരെ നിന്നയോടെ അവജ്ഞയോടെ നിങ്ങൾ നോക്കി കാണരുത്, പെരുമാറരുത്. അവൾക്ക് നിന്ന തോന്നുകയാണ്. തുടർന്ന് എന്താ ഉണ്ടായത്? ആ വചനം ശ്രദ്ധിച്ച് അവൾ ഇപ്രകാരം പറഞ്ഞു. നമുക്ക് ആ വാക്യം ഡിസ്പ്ലേ ചെയ്ത മോനെ. അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചത് കൂടാരത്തിനുള്ളിൽ അതിനെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ നിന്ന് തോന്നിയിട്ട് പിന്നെ എന്തുണ്ടായി? 6-ാം അധ്യായം 20-ാമത്തെ വചനം. 2 സാമുവേൽ 6:20 വരണം. അപ്പൊ ഒരിക്കലും നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ഭർത്താവിനോട് നിന്നോടെ അപമര്യാദയോടെ പെരുമാറരുത്. അത് കർത്താവിന് ഇഷ്ടമല്ല ദൈവമക്കളെ. തിരിച്ചു അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ കാണും. തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാരോട് കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം. എന്താ പരിശുദ്ധാത്മ പറയുന്ന? 6:20 വായിച്ചേ. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സാവൂളിന്റെ മകള്, നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കുകയാണ്, ഒരിക്കൽ പോലും ദാവീദിന്റെ ഭാര്യ മിഖാൽ എന്ന് പരിശുദ്ധാത്മാവ് എഴുതുന്നില്ല. സാവൂളിന്റെ മകൾ, ശരിക്കും സാവൂളിന്റെ മകളിനേക്കാൾ ഉപരി മിഖാൽ ദാവീദിന്റെ ഭാര്യ. എന്നാൽ പരിശുദ്ധാത്മാവ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് സാവൂളിന്റെ മകളെന്ന്. എന്താ കാരണം? അവളുടെ പെരുമാറ്റവും അവളുടെ സംസാരവും മൂലം ദാവീദിന്റെ ഭാര്യ എന്നുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ അവൾ സ്വയം വേർപ്പെടുത്തുകയാണ്. സാവൂളിന്റെ മകൾ മിഖായേൽ ഇറങ്ങി വന്ന്, ദാവീദിന്റെ ഭാര്യ മിഖാൽ എന്നല്ല പറയുന്നത്, ഇറങ്ങി വന്ന് എന്താ ചെയ്തത്? എന്താ ദാവീദിനോട് പറഞ്ഞത്? ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ എത്ര പരിഹസിച്ച് പറയാ. തനിക്ക് നാടൻ ഭാഷ പറയാ, തനിക്ക് നാണല്ലോടോ, താനൊരു രാജാവല്ലേ, ഒരു ആഭാസനെ പോലെ. ഈ സ്ത്രീകളുടെ മുൻപിൽ, അത് സ്ത്രീകളുടെ മുൻപിലേ ഇങ്ങനെ ഉടുതുണിയില്ലാതെ തുള്ളിച്ചാടാൻ താൻ ഇത്രയും വൃത്തികെട്ടവനാണോ? ഇത്രയും ആഭാസനാണോ? തന്റെ ദാസരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെ ഭർത്താവിനെ വിളിക്കുകയാണ് ആഭാസൻ എന്ന്, വൃത്തികെട്ടവൻ എന്ന്. ആഭാസനെ പോലെ നിർജ്ജലം നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? താനൊക്കെ ഒരു ഭർത്താവായിട്ട് എന്തിനോട് എങ്ങനെ ഇരിക്കണേ? നമ്മുടെ ഭാഷ, താനൊക്കെ ഒരു ഭർത്താവാണോടോ? നാണുണ്ടോ തനിക്ക്? താൻ എന്റെ ഭർത്താവാണെന്ന് പറയാം. എനിക്ക് അപമാനം തോന്നുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു പരസ്യമായി ദാവീദിനോട് മിഖാൽ അങ്ങ് പറയാണ്. ഈ സമയത്ത് ദാവീദ് പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ട് പറയും, എടി നീ രാജാവിന്റെ പുത്രിയാ, നീ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും അറിയാതെ വളർന്നവളാ. ഞാൻ വെറും ഒരു ഇടയച്ചെറുക്കനാ, ആട്ടിടയനായിരുന്നു. എന്നെ പിടിച്ച് എന്റെ കർത്താവ് ഇസ്രായേൽ മുഴുവന്റെ രാജാവാക്കി മാറ്റിയെങ്കിൽ ആ എന്റെ കർത്താവിന് മുൻപിൽ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ തുള്ളിച്ചാടും, ഞാൻ നൃത്തം ചെയ്യും. എന്നെ തെരഞ്ഞെടുത്ത കർത്താവിന് മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര അഭിമാന ബോധത്തോടെയാ ദാവീദ് ഇത് പറഞ്ഞത്. മിഖാലേ, നിനക്കിത് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് എനിക്കത് വിഷയമല്ല. നീ എന്നാ പറഞ്ഞാലും എന്റെ കർത്താവിന്റെ മുൻപിൽ ഞാൻ നൃത്തം ചെയ്യും. എന്റെ കർത്താവാണ് എന്റെ നന്മ, അവനാണ് എനിക്കിതെല്ലാം ചെയ്തത്. നമ്മൾ പ്രകാരം പാടുന്നില്ലേ? ആടീനെ മേച്ചു നടന്ന എന്നെ യൂദാഭവനത്തിൻ അധീപനാക്കി. ആടീനെ മേച്ചു നടന്ന എന്നെ യൂദാഭവനത്തിൻ അധീപനാക്കി. ആ കർത്താവിനോട് ഞാൻ വിശ്വസ്തനാകും. എന്റെ സഹോദരങ്ങളെ പറയുമ്പോൾ എന്റെ കണ്ണു നിറയാ. എന്തോരം വലിയ നന്മയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്.
ദാവീദിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും. ദാവീദ് പറഞ്ഞു, എനിക്ക് എങ്ങനെ എന്റെ കർത്താവിന്റെ മുൻപിൽ നൃത്തം ചെയ്യാതിരിക്കാൻ കഴിയും? സംഭവിച്ച എന്താ പ്രിയപ്പെട്ടവരെ? വേദപുസ്തകം പറയുന്നുണ്ട് 6:23 കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധം അത് അത്ര ആഴത്തിലുള്ളതാ. എന്താണ് അവിടെ എഴുതി വയ്ക്കുന്നത്? സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. എന്തുകൊണ്ട് അവൾ സന്താനരഹിതയായി? വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം, ദൈവം അവൾക്ക് നൽകിയ അവളുടെ ഭർത്താവിനെ അവജ്ഞയോടെ, നിന്ദയോടെ, പരിഹാസത്തോടെ ദുഷിച്ച് അവൾ സംസാരിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ നീതി നിറഞ്ഞ പ്രവൃത്തി തിരിച്ചറിയാതെ അദ്ദേഹത്തെ അവൾ ദുഷിച്ചപ്പോൾ അത് കർത്താവിനെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. അവളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹം തടസ്സപ്പെട്ടു പോയി. കർത്താവ് അവളെ ശിക്ഷിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവ് ആരെയും ശിക്ഷിക്കുന്നില്ല. സ്നേഹത്തിന്റെ താക്കീതുകൾ തരും. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവളിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹം തടസ്സപ്പെട്ടു പോയി. അവളെ മേൽ വ്യാപരിച്ചിരുന്ന ദൈവ സാന്നിധ്യം മങ്ങിപ്പോവുകയാണ്. നാവ് മൂലം നാശം സംഭവിച്ചത് കണ്ടു. ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? തന്റെ ഭർത്താവിനോടൊപ്പം ഇറങ്ങി വന്ന് തന്റെ ഭർത്താവിന്റെ കൈയും പിടിച്ച് കർത്താവിന്റെ മുൻപിൽ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും. ഇത് ഏറ്റുപറഞ്ഞ് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടവളല്ല ഈ മിഖാള്. അവൾ കൊട്ടാരത്തിന് മട്ടുപ്പാവിൽ ആ കിളിവാതിലിലൂടെ നോക്കിക്കാണുകയാണ്. അതാണ് അവൾ ചെയ്യേണ്ടത്. തന്റെ ഭർത്താവിന്റെ സന്തോഷത്തിലും വേദനയിലും ദുഃഖത്തിലും പരാജയത്തിലും വിജയത്തിലും പങ്കുചേർന്ന് തന്റെ പ്രിയപ്പെട്ടവനോടൊപ്പം കർത്താവിനെ ആരാധിക്കേണ്ടവൾ, മഹത്വപ്പെടുത്തേണ്ടവൾ അവൾ മാറി നിൽക്കുകയാണ്. ഇത് കർത്താവിനെ വേദനിപ്പിച്ചു. ഇത് പരിശുദ്ധാത്മാവിനെ നൊമ്പരപ്പെടുത്തി. ജീവിതകാലം മുഴുവൻ അവൾ സന്താനരഹിതയായിട്ട് മാറി. നാവ് മൂലം നാശം സംഭവിച്ചു. മറ്റൊരു സംഭവം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണത്. 31-3 നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, യാക്കോബേ, നീ നിന്റെ പിതാവിന്റെ നാട്ടിലേക്ക് പോവുക. ദൈവത്തിന്റെ വാക്കനുസരിച്ച് യാക്കോബ് തൻ്റെ അപ്പന്റെ നാട്ടിലോട്ട്, തൻ്റെ അപ്പന്റെ ഭവനത്തിലോട്ട് യാത്രയാവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ലയ, റാഹേല്, അവരെ അവൻ ഒരുമിച്ച് കൂട്ടി. താൻ അവിടെ സമ്പാദിച്ചത് മുഴുവൻ ശേഖരിച്ചുകൊണ്ട് തൻ്റെ അമ്മായിപ്പൻ ലാബാൻ വീട്ടിലില്ലാത്ത സമയം നോക്കി, കാരണം വീട്ടിലുണ്ടെങ്കിൽ പോകാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല യാക്കോബിനെ കീഴ്പ്പെടുത്തി കളയും. യാക്കോബ് അമ്മായിപ്പനില്ലാത്ത സമയം നോക്കി, അമ്മായിപ്പന്റെ സ്വഭാവം ശരിക്കും യാക്കോബിന് അറിയാം. സൂത്രശാലിയും തന്ത്രശാലിയും പറ്റിക്കുന്നവനുമാണെന്ന് യാക്കോബിന് നന്നായിട്ട് അറിയാമായിരുന്ന അനുഭവം കൊണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് യാക്കോബ് പോവാണ്. ഈ സമയത്ത് താൻ ഏറെ സ്നേഹിച്ച് തൻ്റെ പ്രിയപ്പെട്ടവള് റാഹേലെ ഒരു കാര്യം ചെയ്തു. തൻ്റെ ഭർത്താവ് യാക്കോബ് അറിയാതെ, യാക്കോബിനോട് ചോദിക്കാതെ അവൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു? തൻ്റെ അപ്പൻ്റെ കുലദൈവങ്ങളെ റാഹേല് കട്ടെടുത്ത്. അവൾ ചിന്തിച്ച് കാണാം, അപ്പൻ്റെ എല്ലാ അനുഗ്രഹത്തിനും കാരണം ഈ കുലദൈവങ്ങളാണെന്ന്. സത്യവിശ്വാസിയായ, ഏകദൈവവിശ്വാസിയായ യാക്കോബിന്റെ കുടുംബത്തിന് ഇതിന്റെ ആവശ്യമില്ല. റാഹേല് തെറ്റിദ്ധരിച്ച് ആ കുലദൈവങ്ങളെ കട്ടെടുത്തിട്ട് എന്താ ഉണ്ടായത്? ഉൽപ്പത്തിയുടെ പുസ്തകം 31-30 വായിക്കാം. പെട്ടെന്ന് വായിക്കാം. 30 പിതാവിന്റെ വീട്ടിലെത്താനുള്ള. അങ്ങനെ ലാബാൻ, ശ്രദ്ധിക്കുക, അതിന്റെ പശ്ചാത്തലം ഞാൻ പറയാം. ലാബാൻ വീട്ടിലെത്തി കഴിഞ്ഞു. തന്റെ പെൺമക്കളെ കാണുന്നില്ല, യാക്കോബിനെ കാണുന്നില്ല. അവസാനം പരിശോധിച്ചപ്പോൾ തന്റെ കുലദൈവങ്ങളെയും കാണുന്നില്ല. അങ്ങനെ യാക്കോബിന്റെ പുറകെ ലാബാൻ ഓടുകയാണ്. അങ്ങനെ യാക്കോബിനെ കണ്ടെത്തുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഈ പറയുന്നത്, പിതാവിന്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിന്? എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിന്? എന്താ ലാബാൻ ചോദിച്ചു, നീ എന്തിനാ യാക്കോബ് എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത്?
യാക്കോബിന് ഈ കുലദേവന്മാരുടെ ആവശ്യമില്ല. അവൻ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ. അവൻ പറഞ്ഞു, ഞാൻ കട്ടെടുത്തിട്ടില്ല. എന്തു പറഞ്ഞാലും ലാബാൻ സമ്മതിക്കുന്നില്ല. അവസാനം അരിശം പൂണ്ട്, കലി പൂണ്ട് യാക്കോബ് ഒരു ഡയലോഗ് അങ്ങ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദേഷ്യം വരുമ്പോൾ നാവിൽ വരുന്നത് വിളിച്ചു പറയരുത്. നമ്മൾ പലപ്പോഴും ബലഹീനരാണ്. പറഞ്ഞ പോലെ ഉടനെ അനുദപിക്കണം, ഏറ്റുപറയണം, കർത്താവ് കൃപ തരും. ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് ഒരു ഡയലോഗ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ കട്ടെടുത്തിട്ടില്ല. അവസാനം പറയാണ്, അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ. എൻ്റെ ദൈവമേ, എന്ത് ഡയലോഗാ പറഞ്ഞത്? അയാൾ മരിക്കട്ടെ. എനിക്ക് ഉറപ്പുണ്ട്, തൻ്റെ പ്രിയപ്പെട്ട, താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഈ റാഹേലാണ് ഇത് ചെയ്തതെന്ന് യാക്കോബ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും യാക്കോബ് അത് പറയില്ലായിരുന്നു. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനത്തിന് അവസാന ഭാഗത്തോട്ട് വാ. അവിടെ എന്താ പറയുന്നത്? ആ വചനം വായിച്ച്. റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. അറിയാതെയാണ് യാക്കോബ് ഇത് പറഞ്ഞത്. ആ വ്യക്തി മരിക്കട്ടെ. ജീവനും മരണവും സൃഷ്ടിക്കാൻ നാവിന് കഴിയുമെന്ന് ജ്ഞാനിയായ സോളമൻ പറയുന്നുണ്ട്. ജീവനും മരണവും, അനുഗ്രഹവും ശാപവും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ പോസിറ്റീവായ വാക്കുകൾ പറയണം. പലപ്പോഴും അനേകരുടെ ലൈഫിൽ ഈ നെഗറ്റീവ് എനർജി വരുന്ന ഒരു നെഗറ്റീവ് വാക്കുകൾ പറയാം. ഈ വീട് നന്നാവില്ല, ഇത് ഗുണം പിടിക്കില്ല, ഇത് നേരിയാവില്ല, ഇത് നരകമാണ്, എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഇത് എൻ്റെ ഗതികേടായി, ഇത് എൻ്റെ വിധിയാണ്, എനിക്ക് പരാജയം സംഭവിക്കും, എനിക്ക് ഈ രോഗം വിട്ടുമാറില്ല, ഞാൻ എൻ്റെ ജീവിതം നശിച്ചു പോയി, ഞാൻ നന്നാവില്ല. ഇങ്ങനെ നെഗറ്റീവ് 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 നെഗറ്റീവ്. ഇത് പിശാചിൻ്റെ ചതിയാ ദൈവമക്കളെ. പരിശുദ്ധാത്മാവുള്ളവരാ നമ്മള്. യേശുവിന്റെ രക്തത്താൽ മുദ്രയുള്ളവരാ നമ്മൾ. നമ്മുടെ മേൽ മുദ്ര കിടപ്പുണ്ട്. നമ്മൾ മുദ്രിത ജനമാണ്. കവനന്റ് പീപ്പിൾ, ഉടമ്പടിയുടെ ജനമാണ്. ദൈവം പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആരെക്കുറിച്ച് നെഗറ്റീവ് പറയരുത്. സംഭവിച്ചത് എന്താ? ഉൽപ്പത്തി 35:16-17. നമ്മുടെ റാഹേലിന് മരണകാരണമായി മറ്റൊന്നും പറയുന്നില്ല. എന്താ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്? ഉൽപ്പത്തി 35:16-17 നമുക്ക് വരാം. ആ വചനഭാഗം പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. ബഥേലിൽ നിന്ന് അവർ യാത്ര തുടർന്നു. എഫ്രത്തായിൽ എത്തുന്നതിന് കുറച്ചു മുൻപ് റാഹേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഇപ്രാവശ്യം ഒരു പുത്രനെ ലഭിക്കും. 17-ാമത്തെ വചനം. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. മരിക്കാൻ ഒരു കാരണം അവിടെ കാണുന്നില്ല. അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഇപ്രകാരം പറഞ്ഞു, ആ വ്യക്തി മരിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാരെ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ശാപവാക്കുകള്, നെഗറ്റീവ് വാക്കുകള് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായ റിസൾട്ടുകൾ ഉണ്ടാക്കുമെന്ന് ആരും സംശയിക്കേണ്ട. നമ്മൾ തന്നെ നമ്മുടെ ശിക്ഷാവിധി വരുത്തി വെക്കുകയാണ്. നമ്മൾ തന്നെ നമ്മുടെ നാശത്തിന് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തീരുമാനമെടുക്കണം. അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറ, സ്നേഹത്തിന്റെ വാക്കുകൾ പറ, കൃപയുടെ വാക്കുകൾ പറ, പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറ. ഇനി അഥവാ നമ്മൾ ചില നെഗറ്റീവ് വാക്കുകൾ വന്നാൽ ഉടനെ അനുദപിക്കുക. നമ്മൾ രമ്യപ്പെടാൻ തയ്യാറാകുക. ഒരു ദിവസം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, കർത്താവ് എനിക്ക് തന്ന പ്രിയപ്പെട്ടവൾ അന്ന, ഞാൻ അവളോട് പ്രകാരം പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് അവൾ ക്ഷീണിതയായിട്ട് കിടക്കുക. എനിക്ക് അല്പ ദേഷ്യം തോന്നി. ഞാൻ അവളോട് പറഞ്ഞു, അവളുടെ അവസ്ഥ മനസ്സിലാക്കാതെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു, നീ എന്തെങ്കിലും പോത്തുപോലെ കിടക്കുകയാണോ? വേഗം സ്നേഹത്തോടെ ചാടി എഴുന്നേറ്റ്, പെട്ടെന്ന് എനിക്കൊരു വേദന തോന്നി. ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന്. നമ്മുടെ എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. അവള് പറഞ്ഞു, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, എനിക്കത് വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ അവൾ എന്നോട് ഇടപെട്ടു. ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കുന്ന അനുഭവം ഉണ്ടാവുന്നില്ല. ഇങ്ങനെ കരുണക്കൊന്ത ചൊല്ലിക്ക് പ്രാർത്ഥിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടൊരു അഭിഷേകം കിട്ടുന്നില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താ അത്? ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാനൊരു ശബ്ദം കേൾക്കുക, എൻ്റെ മകനെ, ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് പോത്തിനെയല്ല. ഇവിടെ എനിക്ക് കാര്യം മനസ്സിലായി. അവളെ പോത്തേന്ന് വിളിച്ചത്
കർത്താവിനെ ഇഷ്ടപ്പെട്ടില്ല. തമാശയ്ക്ക് പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിനോട് പറഞ്ഞു പോയി സോറി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ സോറി ചോദിച്ചു. അവൾ പറഞ്ഞു അയ്യോ സോറി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് ആ സമയം തന്നെ, കാരണം എനിക്കത് വിഷമമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ നിനക്ക് വിഷമമായിട്ട് തോന്നിയില്ലെങ്കിൽ കർത്താവിന് വിഷമമായിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ശ്രദ്ധയുള്ളവരാകണം. യാക്കോബ് പറഞ്ഞു ആ വ്യക്തി മരിക്കട്ടെ. തൻ്റെ ഭർത്താവ് പറഞ്ഞ ആ വാക്കുകളുടെ ഇമ്പാക്റ്റ്. ഇപ്പൊ ചില സഹോദരിമാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു ബ്രദറെ ഞങ്ങൾ എന്നോ മരിച്ചു പോകേണ്ടതായിരുന്നു. അല്ല സഹോദരിമാരെ, ചില നെഗറ്റീവായ സ്വാധീനങ്ങൾ പലപ്പോഴും വന്നുപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വിരസത, മന്ദത, ഒരു മരവിപ്പ്. നമ്മൾ എന്തോ ഒരു നെഗറ്റീവ് എനർജി വീട്ടിൽ കിടപ്പുണ്ട്, എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകളിൽ കൃപ വരുമ്പോൾ, അഭിഷേകം വരുമ്പോൾ, പരിശുദ്ധാത്മാവുള്ള സംസാരങ്ങൾ വെളിപ്പെടുമ്പോൾ ഈ നെഗറ്റീവ് എനർജികളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. നമ്മളിത് മനസ്സിലാക്കണം. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവിൻ്റെ ഒരു വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്. പത്രോസ്ലീഹായും പൗലോസ്ലീഹയും പറഞ്ഞ വാക്കൊന്നല്ല. നമ്മുടെ കർത്താവ്, നമ്മുടെ രാജാവ് നമ്മെ അറിയിച്ച കാര്യമാണ്. എന്താണ് യേശു പഠിപ്പിച്ചത്? ആ വചനം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ശ്രദ്ധിക്കണം, ഓരോ വ്യർത്ഥവാക്കിനും ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഞാൻ നിങ്ങളും പറയുന്ന ഓരോ കള്ളത്തരവും, ചതിയും, ദുഷിപ്പും, പരിഹാസവും, ഏഷണിയും, പരദൂഷണവും, അപഖ്യാതികളും, അപവാദങ്ങളും, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാര രീതികൾ എന്തുമാവട്ടെ, ആ വാക്കുകൾക്കെല്ലാം വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എത്ര പേര് കർത്താവ് പറഞ്ഞ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? വിധി ദിനത്തിൽ കണക്ക് പറയേണ്ടി വരും. കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നാം എളിമപ്പെടുക. ജെറമിയ 15:19 പറയാം, നമ്മുടെ വിളി അതാണ്, നമ്മുടെ നിയോഗം ഇതാണ്. ഈ വചനം തരുന്നതാണ് നമ്മുടെ നിയോഗം. എന്താ വചനം പഠിപ്പിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടോ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. കർത്താവിന്റെ നാവായി തീരുവാനുള്ള പദവി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിന്റെ നാവായിരിക്കാനുള്ള പദവി അതെത്ര ഉന്നതമായ പദവിയാണ്. ഈ ലോകത്തിലെ ഏതൊരു പദവിയേക്കാളും വിലപ്പെട്ട പദവിയാണ് കർത്താവിന്റെ നാവായി തീരുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, കർത്താവിന്റെ നാവായി മാറാൻ പദവി ലഭിച്ച നമ്മള് പിശാചിന്റെ നാവായി മാറരുത്. അവന്റെ തീയമ്പുകൾ തൊടുത്തുവിടുന്ന ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടരുത്. നമുക്ക് അനുദപിക്കാം. മാപ്പ് ചോദിക്കുക. എളിമപ്പെടുന്നിടത്ത് എളിമപ്പെടുക. വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുക. തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മൾ അതിനുശേഷം പ്രാർത്ഥിക്കാൻ പോവുക. തീരുമാനങ്ങൾ ഉണ്ടാകണം. ഞാൻ ആരെപ്പറ്റിയും തിന്മ പറയത്തില്ല, ഞാൻ ദുഷിച്ച് സംസാരിക്കില്ല, പരദൂഷണങ്ങൾ മേശയിൽ ഞാൻ നിർത്തും, അപവാദങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കത്തില്ല, മറ്റാരെക്കുറിച്ചും ഞാൻ നിന്നയോടെ അവജ്ഞയോടെ സംസാരിക്കില്ല. എൻ്റെ നാവ് കർത്താവിൻ്റെ നാവാണ്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെതാണ്. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, എൻ്റെ തലമുറ, എൻ്റെ സമൂഹം, എൻ്റെ മിനിസ്ട്രി, കർത്താവിനെ ഏൽപ്പിച്ച മിഷൻ പരിശുദ്ധാത്മാവിൻ്റെതാണ്. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.